54ാമത് അന്താരാഷ്ട്ര ദിവ്യകാരുണ്യ കോൺഗ്രസ് 2028 സിഡ്നിയിൽ നടക്കുമെന്ന് വത്തിക്കാൻ അറിയിച്ചു. 2028 ലോക യുവജന ദിനത്തിന് ശേഷം ഓസ്ട്രേലിയയിൽ നടക്കുന്ന ഏറ്റവും വലിയ സമ്മേളനമായിരിക്കും ഇതെന്ന് സിഡ്നി ആർച്ച് ബിഷപ്പ് ആന്റണി ഫിഷർ OP വ്യക്തമാക്കി. ഓസ്ട്രേലിയയിലെ കത്തോലിക്ക വിശ്വാസികൾക്ക് ആഹ്ലാദവും ആവേശവും പകരുന്ന പ്രഖ്യാപനമാണ് വത്തിക്കാൻ നടത്തിയിരിക്കുന്നത്. 54ാമത് അന്താരാഷ്ട്ര ദിവ്യകാരുണ്യ കോൺഗ്രസ് 2028 സിഡ്നിയിൽ നടക്കുമെന്ന് വത്തിക്കാൻ അറിയിച്ചു. 4 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഈ ദിവ്യകാരുണ്യ കോൺഗ്രസിൽ പങ്കെടുക്കാനും അനുഗ്രഹം പ്രാപിക്കാനും ലോകമെമ്പാടു നിന്നും ലക്ഷക്കണക്കിന് വിശ്വാസികൾ സിഡ്നിയിൽ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അമേരിക്കയിലെ ഇൻഡ്യാനാപോളിസിൽ നടന്ന അന്താരാഷ്ട്ര ദിവ്യകാരുണ്യ കോൺഗ്രസ് ഓസ്ട്രേലിയ വളരെയധികം പ്രചോദനം നൽകിയതായി അതിൽ പങ്കെടുത്ത സിഡ്നിയിലെ സഹായമെത്രാൻ ബിഷപ്പ് റിച്ചാർഡ് അംബേഴ്സ് പറഞ്ഞിരുന്നു. ഇതിനു പിന്നാലെയുണ്ടായ വത്തിക്കാൻ പ്രഖ്യാപനത്തെ വലിയ പ്രതീക്ഷയോടെയാണ് വിശ്വാസികൾ ഉറ്റുനോക്കുന്നത്. അന്താരാഷ്ട്ര ദിവ്യകാരുണ്യ കോൺഗ്രസ് നടക്കുന്ന ദിനങ്ങൾ സിഡ്നി കത്തോലിക്ക വിശ്വാസത്തിന്റെ ആഗോള തലസ്ഥാനമായി മാറും. സഭയിലെ മെത്രാന്മാരും വൈദികരും സമർപ്പിതരും അല്പമായിരം പങ്കെടുക്കുന്ന ദിവ്യകാരുണ്യ കോൺഗ്രസ് രാജ്യത്തെ യുവജനങ്ങൾക്കുൾപ്പെടെ ആത്മീയ ഉണർവ് സമ്മാനിക്കും. 2008 ലോക യുവജന ദിനത്തിനു ശേഷം ഓസ്ട്രേലിയയിൽ നടക്കുന്ന ഏറ്റവും വലിയ സമ്മേളനമായിരിക്കും ഇതെന്നും സിഡ്നി ആർച്ച് ബിഷപ്പ് ആന്റണി ഫിഷർ OP പറഞ്ഞു. അന്താരാഷ്ട്ര ദിവ്യകാരുണ്യ കോൺഗ്രസ് സന്തോഷകരമായ കൂടിച്ചേരലാണ്. വിശുദ്ധ കുർബാനയിൽ യേശുക്രിസ്തുവിന്റെ യഥാർത്ഥ സാന്നിധ്യത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയെ ആഴത്തിലാക്കാൻ ദിവ്യകാരുണ്യ കോൺഗ്രസ് സഹായിക്കും. അന്താരാഷ്ട്ര ദിവ്യകാരുണ്യ കോൺഗ്രസിന് ആതിഥേയത്വം വഹിക്കുന്നതിലൂടെ നമ്മുടെ ആരാധനാ ക്രമജീവിതത്തിന്റെ ആനന്ദം പുതുക്കാനും ക്രിസ്തീയ വിശ്വാസത്തെ പുനരുജ്ജീവിപ്പിക്കാനും കഴിയുമെന്നാണ് തന്റെ പ്രതീക്ഷയെന്ന് ആർച്ച് ബിഷപ്പ് ഫിഷർ പറഞ്ഞു. സിഡ്നിയിലെ തെരുവുകളിലൂടെയുള്ള ദിവ്യകാരുണ്യ പ്രദക്ഷിണവും ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ പങ്കെടുക്കുന്ന ഉദ്ഘാടന സമാപന ദിവ്യബലികളും പരിപാടിയുടെ പ്രധാന ആകർഷണങ്ങളായിരിക്കും. അന്താരാഷ്ട്ര ദിവ്യകാരുണ്യ കോൺഗ്രസിനെ സിഡ്നിയിലേക്ക് സ്വാഗതം ചെയ്യുന്നതിൽ സന്തോഷമുണ്ടെന്ന് ന്യൂ സൗത്ത് വെയിൽസ് പ്രീമിയർ ക്രിസ് മിൻസ് പറഞ്ഞു. സിഡ്നി ഓസ്ട്രേലിയയുടെ ആഗോള നഗരമാണ്. അന്താരാഷ്ട്ര ദിവ്യകാരുണ്യ കോൺഗ്രസ് പോലുള്ള പ്രധാനപ്പെട്ട ചടങ്ങിന് ആതിഥേയത്വം വഹിക്കുവാൻ ഏറ്റവും അനുയോജ്യമായ വേദിയാണ് സിഡ്നി എന്ന് ക്രിസ് മിൻസ് പറഞ്ഞു. 1973 മെൽബൺ ആതിഥേയത്വം വഹിച്ചതിനു ശേഷം ഇതാദ്യമായാണ് ഓസ്ട്രേലിയയിൽ അന്താരാഷ്ട്ര ദിവ്യകാരുണ്യ കോൺഗ്രസ് നടക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക് ഷെഖേന ന്യൂസ്.